ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. മിക്ക ആൾക്കാരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് രാത്രി പല്ല് കടിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ചെവിയുടെ ഭാഗത്ത് ഭയങ്കര പെയിൻ, അല്ലെങ്കിൽ കവിളിൽ ഭയങ്കര പെയിൻ വരിക, അല്ലെങ്കിൽ അവരുടെ മസിൽസിൽ, കവിളിൻ്റെ ചുറ്റുമുള്ള മസിൽസിൽ നല്ല വേദന വരിക എന്നൊക്കെ മിക്ക ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ രാത്രി അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മാത്രം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മിക്ക ആൾക്കാർക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം രാവിലെ എണീക്കുമ്പം, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ടാകുമ്പോഴേക്കും നമ്മുടെ കവിളിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെവിയോട് ചേർന്ന ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പെയിന് വരാനുള്ള സാധ്യത? ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ചില ശീലങ്ങൾ കാരണമാണ്. അതായത് പ്രധാനമായിട്ടും ആ ഒരു ശീലത്തിന് നമ്മൾ പറയുന്നതാണ് ബ്രക്സിസം. ബ്രക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെയും മുകൾ വശത്തെയും പല്ലുകളെ നമ്മൾ അറിയാതെ നമ്മളത് ഗ്രൈൻഡ് ചെയ്യുക, രണ്ട് പല്ലുകളെയും തമ്മിൽ കൂട്ടി ഒരതും ഉണ്ടാകുന്ന ഒരു ശീലം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. അത് പ്രധാനമായും നമുക്ക് ചില ആൾക്കാർക്ക് രാത്രി ഉറങ്ങുമ്പോൾ അവർ ഉറക്കത്തിൽ അറിയാതെ അവർ ഈ ഒരു ബ്രക്സിസം ഹാബിറ്റ് ഉണ്ടാവും. അത്തരക്കാർക്ക് രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് പെയിന് വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, നോർമലായിട്ടും ചില ആൾക്കാർ കൂടുതലായിട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള ബ്രക്സിസം ഹാബിറ്റ് പല ആൾക്കാർക്കും കണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ സ്ട്രെസ് വരുമ്പോഴും നമ്മളത് പല്ലിൽ കടിച്ചു പിടിക്കുക, അല്ലെങ്കിൽ പല്ലുകൾ തമ്മിൽ കൂട്ടി വരുത്തുമ്പോൾ നമ്മൾക്ക് പിന്നീട് അത് പല്ലുകൾ പൊടിഞ്ഞു പോകാനും, പല്ലുകൾക്ക് ക്രാക്ക് വരാനും, പല്ലുകളിൽ സിവിയറായിട്ട് പെയിന് വരാനും, TMJ പെയിന് വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. TMJ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താടിയെല്ലിന് മുകളിലെ എല്ലിനെയും കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആണ്. അത് നമ്മൾ ചെവിയുടെ കുറച്ച് മുൻവശത്തായിട്ടാണ് അത് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഭാഗത്ത് നമുക്ക് സിവിയർ ആയിട്ട് പെയിന് വരാനും, നമ്മൾ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ വായ തുറക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്ലിക്കിംഗ് സൗണ്ട് അനുഭവപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ കാലക്രമേണ അത് നമ്മൾ ആ ശീലം നമ്മൾ ശ്രദ്ധിച്ച് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ സിവിയർ ആയിട്ടുള്ള വേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ശീലം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതായത് നമ്മൾക്ക് ഫസ്റ്റത്തെ ഒരു സൈൻ ഞാൻ പറഞ്ഞു, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കവിളിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ സിവിയർ ആയിട്ട് ഒരു പെയിന് നമുക്ക് വരും, അല്ലെങ്കിൽ ഒരു മസിൽ ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം പിന്നെ ഒരു രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ പല്ലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല്ലുകളെല്ലാം ഒരേ ലെവലിൽ തേയ്മാനം വന്നിട്ടുണ്ടാവും. നമ്മുടെ പല്ലുകൾക്കൊക്കെ ഓരോ ഗ്രൂസും ഷേപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തേഞ്ഞിട്ട് ഒരേ ലെവലിലോട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കും ബ്രക്സിസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവർക്കും ഇതേപോലത്തെ പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പോൾ ഈ ബ്രക്സിസം ഉള്ള ഹാബിറ്റുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മളുടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക. നിങ്ങൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നൈറ്റ് ഗാർഡ് സജസ്റ്റ് ചെയ്യും. നൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ നൈറ്റ് ഗാർഡ് പല്ലിലോട്ട് വെച്ചിട്ട് നമ്മൾ കിടക്കുമ്പം രാത്രി നമ്മൾ അറിയാതെ പല്ല് കടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പല്ലിലോട്ട് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാതെ പല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. പിന്നീട് പല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജും, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മസിൽസിന് ഉണ്ടാകുന്ന മസിൽ ക്രാമ്പ് ഒക്കെ നമുക്ക് ഇതുവഴി കുറയ്ക്കാൻ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഹാബിറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ സ്ട്രെസ് കൊണ്ടാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നത്. നമുക്ക് അത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഹാബിറ്റ്, നമുക്ക് ഈ ഒരു പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രക്സിസം ഹാബിറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ശീലം വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. പലതരത്തിലുള്ള മെഡിറ്റേഷനും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. യോഗ ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ശീലം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ പോയി വിസിറ്റ് ചെയ്യുകയും അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.